സഹോദരി സഹോദരന്മാരെ, തിരുവനന്തപുരത്തിൻ്റെ ഇനാഗുറേഷൻ വരുമ്പോൾ പത്ര സുഹൃത്തുക്കളെ, മാധ്യമ പ്രവർത്തകരെ കാണണം എന്ന് എൻ്റെ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ മിസ്റ്റർ നന്ദകുമാർ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ കാണുന്നത് വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടിയാണ്. കാരണം ജനാധിപത്യത്തിൻ്റെ ഒരു ഫേസാണ് മാധ്യമങ്ങൾ എന്നീ വിശ്വസിക്കുന്നവനാകുന്നു ഞാൻ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളോടുകൂടി നാളെ ഞങ്ങളിത് ഉദ്ഘാടനം ചെയ്യുകയാണ്. നിങ്ങൾക്കിവിടെ ഏത് ഭാഗം വേണമെങ്കിലും പോയിട്ട് ഇന്ന് നിങ്ങൾക്ക്, നാളെ ഒരു പക്ഷേ റെസ്ട്രിക്ഷൻ ഉണ്ടായിരിക്കാം, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. അതിന് നിങ്ങൾക്ക് അല്ലേ, യെസ്, നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാം, കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. കാരണം നിങ്ങളിലൂടെയാണ് ഏത് കാര്യങ്ങളും ജനങ്ങൾ അറിയപ്പെടുന്നത്. ഇത് എൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ്. 2 കൊല്ലത്തോളം ഞങ്ങളുടെ ഈ പ്രൊജക്റ്റ് വൈകുകയുണ്ടായി. അതിൻ്റെ കാരണം ഈ COVID-19 മഹാമാരി വരികയും 1500-1600 ആളുകൾ 1500-1600 ആളുകൾ ജോലി ചെയ്യുമ്പോൾ ഒരു 5 ആൾക്കോ 6 ആൾക്കോ 10 ആൾക്കോ കോവിഡ് വന്നാൽ ബാക്കിയുള്ള 1400 ആളുകളെയും ക്വാറന്റൈൻ ചെയ്യേണ്ട സ്ഥിതി വന്നു. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ചേക്കാൾ ഞങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് തന്നെ 200 കോടി 220 കോടി രൂപ ഞങ്ങളുടെ ഈ പ്രൊജക്റ്റ് ഉദ്ദേശിച്ചേക്കാളും അല്ലേ 220 കോടി രൂപ കൂടുകയുണ്ടായി. പ്രൊജക്റ്റ് കോസ്റ്റ് കൂടി. എന്നിരുന്നാലും ഞങ്ങളിത് നാളെ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇത് വളരെ നല്ല നിലയിൽ തിരുവനന്തപുരത്തെയും പ്രാന്തപ്രദേശങ്ങളെയും ജനങ്ങളുടെ മുന്നിൽ ഞങ്ങളിത് വെക്കുകയാണ്. അപ്പോൾ ഇത് കൊച്ചിയിൽ മാൾ തുറന്നപ്പോൾ എന്നെ പലരും ഡിസ്കറേജ് ചെയ്യുകയുണ്ടായി. ഇത്രയും വലിയ മാൾ നിങ്ങൾ കൊച്ചിയിലെങ്ങനെ തുടങ്ങാൻ, ഇതിൻ്റെ ഫിസിബിലിറ്റി എന്താണ്, വേബിലിറ്റി എന്താണ്? മൈക്ക് ശരിയല്ലേ? കേൾക്കണ്ട? നിങ്ങൾ കേൾക്കണ്ട? ആ പ്ലീസ്. അല്ല, അവർക്ക് കേൾക്കണമല്ലോ. അപ്പോൾ കൊച്ചിയിൽ അത് തുടങ്ങുമ്പോൾ ഇതിൻ്റെ വിസിബിലിറ്റി, വിയബിലിറ്റി, ഇതിൽ ആൾക്കാർ വരുമോ, ആൾക്കാർക്ക് അതിനുള്ള ആളുകൾ ഇവിടെ ഉണ്ടോ, ഇതിനുള്ള ആളുകളുടെ കയ്യിൽ കാശുണ്ടോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ എന്നോട് ആ സമയത്ത് ചോദിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് ഷോപ്പിംഗ് മാൾ ലോകത്തിലെമ്പാടും പോയി ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇത് നഷ്ടപ്പെട്ടാലും ശരി, ലാഭിച്ചാലും ശരി, എൻ്റെ രാജ്യത്തിനും എൻ്റെ സ്റ്റേറ്റിനും, ഇന്ത്യയിൽ ഞാൻ ആരംഭിക്കുകയാണെങ്കിൽ ഇത് എൻ്റെ സ്റ്റേറ്റ്, ഞാൻ ജനിച്ചു വളർന്ന നാട്ടിക അടക്കമുള്ള ഈ കേരള സംസ്ഥാനത്താണ് ആദ്യം തുടങ്ങാൻ പോകുന്നത്. അതാണ് ജനങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത്. അത് ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യും എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. ഇനി ഏതായാലും ലാഭമായാലും നഷ്ടമായാലും ഞാനിത് തുടങ്ങാൻ തന്നെ തീരുമാനിച്ചു എന്നാണ് ഉദ്ഘാടനം നടന്നത്. അതിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, അത് ഇന്ത്യയിലെ തന്നെ ഒരു ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനായിട്ട് മാറി. ഞാൻ ചെന്നൈയിൽ ചെന്നപ്പോൾ ആൾക്കാർ പറഞ്ഞു, ഞങ്ങൾ കാലത്ത് ഫ്ലൈറ്റിൽ വരും, ലുലു മാളിൽ വന്ന് രാത്രി മടങ്ങിപ്പോവും. ബാംഗ്ലൂരിൽ നിന്ന് ആൾക്കാർ വരാൻ തുടങ്ങി. ഈവൻ എൻ്റെ ചില സുഹൃത്തുക്കൾ ഹൈദരാബാദിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, അവർ ലുലു മാളിൽ വരും, തലേ ദിവസം വരും, മാരിയോട്ടിൽ താമസിച്ച് പിറ്റേ ദിവസം ഷോപ്പിംഗ് ഒക്കെ നടത്തി മടങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ, കേരളത്തിൽ തന്നെയല്ല, ഇന്ത്യയിൽ ഉള്ള മറ്റു പല സംസ്ഥാനങ്ങളിലുള്ളവരും അത് ആക്സെപ്റ്റ് ചെയ്തു. അതിലെനിക്ക് അവരോടൊക്കെ നന്ദിയുണ്ട്. അടുത്ത എൻ്റെ പ്രൊജക്റ്റാണിത് തിരുവനന്തപുരത്ത്. ഇനിയും കേരളത്തിൽ എന്നാൽ കഴിയുന്നത് ചെയ്യണം. അങ്ങനെ എനിക്ക് എൻ്റെ ബിസിനസ്സിൽ ചെയ്യാൻ പറ്റുള്ളൂ.
വേറെ ഞാനൊരു സിവിൽ ഏവിയേഷൻ ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി അറിവില്ലാത്തവനാണ്. ഇപ്പോൾ ഇന്നലെ ഞങ്ങളുടെ 220ാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ഞങ്ങൾ മിനിയാന്ന് ഡേ ബിഫോർ യെസ്റ്റർഡേ റിയാദിൽ 1.25 ലക്ഷം സ്ക്വയർ ഫീറ്റിന് ഞാൻ ആരംഭിച്ചു. അപ്പോൾ ഞങ്ങളുടെ എക്സ്പാൻഷൻ പ്ലാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോവിഡ് കാരണം മാത്രം ഞങ്ങൾക്കൊരു ഡിലേ സംഭവിച്ചിട്ടുള്ളൂ. ലക്നൗ മാള് ഞങ്ങൾ 3 മാസത്തിനുള്ളിൽ ഞങ്ങൾ ആരംഭിക്കും. അഹമ്മദാബാദിൽ അടുത്ത ഫെബ്രുവരിയിൽ ഈസ് മിസ്റ്റർ ആനന്ദ് റാം, അവർ ഡയറക്ടർ ഇന്ത്യ. അപ്പോൾ ഫെബ്രുവരിയിൽ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. When you will start the construction? We'll be starting by February, sir. February. Construction start ചെയ്യും. And you can explain about Madhya Pradesh, what we've done. Yeah, we'll also be expanding in Madhya Pradesh, in Indore. We had a meeting last week with the Honorable Minister of Industries, and our chairman is also having a meeting with the Chief Minister of Madhya Pradesh in Davos. Also, we had a meeting with the Chief Minister of Gujarat, and we have signed an MOU to start the project at the earliest. അതിലേക്ക് ബാംഗ്ലൂർ ഞങ്ങൾ ഇനാഗുറേറ്റ് ചെയ്തു. ആനന്ദറാം, how many years you are with me? This is my 25th year, sir. 25 years. 25th year, Mr. Anandaram is with me. Now he is looking the Indian operation. The CEO of India is Mr. M.A. Nishat. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ. ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിന് ഞാൻ മറുപടി പറയാം. ഇല്ലെങ്കിൽ നിങ്ങളിതൊക്കെ ഒന്ന് നടന്ന് കണ്ട് ലഞ്ച് എല്ലാവരും ലഞ്ച് കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. യെസ്, എനി ക്വസ്റ്റ്യൻ എനിബഡി പ്ലീസ്? Pardon, yes. Yeah, I am very happy to welcome my media friends from Kerala and outside. This is my dream project in Trivandrum. When we inaugurated our Cochin shopping mall, everybody was suspecting that whether that will work or not. But I am very happy that our Cochin mall is doing well. So tomorrow, Honorable Chief Minister will inaugurate this shopping mall. Tomorrow, dignitaries from India and abroad is also coming here. And our projects which we decided to start, our Lucknow shopping mall will be inaugurated within 3 months, because our 1.5 to 2 year delayed all our project because of this COVID. As I mentioned before, 1,500 people were working, and this COVID come, then 10 people, 15 people, then we have to quarantine the entire people. But by God's grace, this project is completed and we are inaugurating tomorrow. And thank you very much for your all support. And we are going to Madhya Pradesh also after Gujarat. Gujarat construction will start February. And in Madhya Pradesh, Indore, we almost all finalized. I am meeting the Chief Minister in Davos, and we'll sign the agreement in Davos, because all international investors will come to Davos for investing in state of Madhya Pradesh. Please, any question? കേരളത്തിൽ ഇനി മറ്റ് പ്രോജക്റ്റ് വല്ലതും തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ? മൈക്കിലെ പറഞ്ഞ് കേൾക്കുന്നില്ല, ആളെ കാണുന്നില്ല. Can you identify yourself please? കേരളത്തിൽ ഇനി മറ്റ് പ്രോജക്റ്റ് പേരെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. അജീവനൂർ ജന്മഭൂമി എന്നാണ്. കേരളത്തിൽ ഇനി മറ്റ് പ്രോജക്റ്റുകളെല്ലാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അത് എവിടെയായിരിക്കും? കേരളത്തിൽ മറ്റ് പ്രോജക്റ്റ് എവിടെയെങ്കിലും? കേരളത്തിലെ അടുത്ത പ്രൊജക്റ്റുകളാണ്. അതെ അതെ, കേരളത്തിലെ കാലിക്കട്ടിൽ ഞങ്ങൾ ആൾറെഡി സ്റ്റാർട്ടഡ്. കോഴിക്കോട് അവർ മിനി ഷോപ്പിംഗ് മാൾ വി ആൾറെഡി കൺസ്ട്രക്ഷൻ സ്റ്റാർട്ടഡ്. കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്തു. അതുകൂടാതെ കോട്ടയത്ത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അത് ഇത്രയും വലിയ ഷോപ്പിംഗ് മാളല്ല, മിനി ഷോപ്പിംഗ് മാളാണ് കോട്ടയത്ത്. കോഴിക്കോട് വലിയ ഷോപ്പിംഗ് മാൾ.
No, Anand. Let our people. അസ്സലാമു അലൈക്കും സർ. എൻ്റെ പേര് മാഹീൻ എന്നാണ്. ഞാൻ ക്ലബ് FM റേഡിയോ എന്നാണ്. സാർ, പരക്കെ ഇങ്ങനെ വാട്സപ്പിൽ ഒരു ഫോട്ടോ സഹിതം വരുന്നുണ്ടായിരുന്നു. കോഴിക്കോടിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ലുലു മോൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പരക്കെ ഒരു ന്യൂസ് കേൾക്കുന്നുണ്ട്. അത് ശരിയാണോ സർ? അത് പണി കഴിയുമ്പോൾ നിങ്ങളാണ് അസസ് ചെയ്യേണ്ടത് ഏതാണ് വലിയ മാൾ. ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ കോഴിക്കോട് വർക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. 1.5 കൊല്ലം കൊണ്ട് 18 months to 2 years അത് ഫിനിഷ് ചെയ്യും. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സാറിനെ നേരിട്ട് കാണണമെന്ന്. അത് സാധ്യമായി. താങ്ക് യു വെരി മച്ച്. ഏത് സമയത്തും എന്നെ കാണാം. ഒരു ഫോട്ടോയും കൂടെ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഒരാൾ ഫോട്ടോ കൊണ്ട് എനിക്ക് വിരോധമില്ല. പക്ഷെ ഒരാളെടുത്താൽ എല്ലാവരും, നിങ്ങളെല്ലാവരും എനിക്ക് ഈക്വലാണ്. ഒരു വ്യത്യാസമില്ല ആരും. യെസ്, എനി ക്വസ്റ്റ്യൻ പ്ലീസ്? ഐപ്പള്ളിക്കാടൻ. ഐപ്പള്ളിക്കാടൻ, മൈ വെരി ഓൾഡ് ഫ്രണ്ട്. ഹി വാസ് വർക്കിംഗ് in താങ്ക് യു സർ. ദുബായ്. എനിക്ക് ചോദിക്കാനുള്ളത് സർ, ഇപ്പം റീസെൻ്റ്ലി പ്രൈം മിനിസ്റ്ററെ മീറ്റ് ചെയ്തു, രാഷ്ട്രപതിയെ മീറ്റ് ചെയ്തു, ഈ പറഞ്ഞ ദാവോസിലടക്കം വേൾഡ് എക്കണോമിക് ഫോറത്തിലടക്കം ഒരുപാട് രാജ്യത്തെ പ്രമുഖരായിട്ട് സംസാരിക്കുന്നു. ഈ കേരളത്തിലെ വ്യവസായ അന്തരീക്ഷം ഇപ്പോഴും ഒരു പ്രശ്നമാണ്. കാരണം മറ്റ് സംസ്ഥാനത്തെ ആളുകൾ വലിയ ഓഫറുകൾ കൊടുത്തുകൊണ്ട് ഇവിടുത്തെ ബിസിനസ്സുകാരെ മറ്റ് സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു ഓഫർ സ്വീകരിച്ചിട്ടാണോ അങ്ങ് പോകുന്നത്? കാരണം അത്തരം ഒരു ചർച്ച കേരളത്തിൽ വളരെ സജീവമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതൊരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാണെന്ന് ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട്. അങ്ങ് ഇഷ്ടംപോലെ നാടുകളിൽ പോകുന്ന ആളുകളാണ്, പ്രമുഖരായിട്ട് വ്യക്തിത്വങ്ങളായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്. ഡോക്ടർ എം എ യൂസഫലി എന്ന വ്യക്തി ലുലു ഗ്രൂപ്പ് എങ്ങനെയാണ് കേരളത്തിലെ വ്യവസായ അന്തരീക്ഷത്തിൽ നോക്കിക്കാണുന്നത്? ഞാൻ ലോകത്തിലെമ്പാടും ഇപ്പോൾ ഈജിപ്തിൽ പോയി അവിടുത്തെ പ്രൈം മിനിസ്റ്റർ മുന്നിൽ വെച്ച് ഞങ്ങൾ വലിയ 6 പ്രൊജക്റ്റ് സൈൻ ചെയ്യുകയുണ്ടായി. അവിടെയൊക്കെ പോയാലും എൻ്റെ സംസ്ഥാനമായ ഞാൻ ജനിച്ചു വളർന്ന ഈ കേരളത്തിൽ ഇവിടെ ഏതെങ്കിലും ഒരു സംരംഭം തുടങ്ങുമ്പോൾ ഒരു സന്തോഷവും സംതൃപ്തി എനിക്ക് എവിടെ പോയാലും സത്യം പറഞ്ഞാൽ കേരളമായതുകൊണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തത് നിങ്ങളുടെ മുന്നിലുണ്ട്. ഇത് വെറും പ്രഖ്യാപനം മാത്രമല്ല. ഒരുപാട് ആളുകൾ പ്രഖ്യാപിക്കുകയും പോവുകയും ചെയ്യും. പക്ഷെ ഞാൻ അന്ന് ഒരു തിരുവനന്തപുരത്ത് ഒരു പ്രസ് കോൺഫറൻസിൽ വെച്ച് ഈ തിരുവനന്തപുരത്തെ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു, മീറ്റ് ദ പ്രസ് പരിപാടിയിൽ ഞാൻ പറഞ്ഞു, ഞാൻ പ്രഖ്യാപിച്ച് പോണ ആളല്ല, ഞാൻ പ്രവർത്തിക്കുകയും പിന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇത് ഇൻവെസ്റ്റ്മെൻറ്റാണ്, കോഴിക്കോട് ഇൻവെസ്റ്റ്മെൻറ്റാണ്, കോട്ടയത്ത് ഇൻവെസ്റ്റ്മെൻറ്റാണ്, വേറെയും പല സ്ഥലങ്ങളിലും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുതിയ യങ് ജനറേഷൻ നമ്മുടെ പോപ്പുലേഷൻ്റെ ഏതാണ്ട് 50% യങ് ജനറേഷനാണ്. യങ് ടാലൻറ്റഡ് പോപ്പുലേഷനാണ്. ബോയ്സ് ആൻഡ് ഗേൾസ്, ദേ ആർ വെരി ആക്റ്റീവ് ആൻഡ് ദേ ആർ വെരി ഇൻ്റലിജൻറ്റ്, ഇൻ്റലക്ച്വൽ. അവർക്ക് ജോലി കൊടുക്കേണ്ട ബാധ്യതയും ചുമതലയും ഓൺലി ഗവൺമെൻറ്റിന് മാത്രമായി ഗവൺമെൻറ് തലയിൽ കെട്ടിവെക്കല്ല പറ്റും. നമ്മളെക്കൊണ്ട് കഴിയുന്നത് അണ്ണാറക്കണ്ണനും തന്നാല എന്ന് പറഞ്ഞ മാതിരി നമ്മൾക്ക് കഴിയുന്നത് നമ്മൾ ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ഏതാണ്ട് നിഷാദ് എത്ര ആളുണ്ടാവും? നമ്മളും റീറ്റെയിലേഴ്സൊക്കെ കൂടിയിട്ട് 10,000 മിനിമം ഉണ്ടാവും. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഈ 200 ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ എത്ര ജോലിക്കാരുണ്ടാവും? ഞങ്ങളുടെ ഹൈപ്പർ മാർക്കറ്റിൽ എത്ര ജോലിക്കാരുണ്ട്? പിന്നെ അതിൻ്റെ ബാക്ക് ഓഫീസിൽ എത്ര ആൾക്കാരുണ്ടാവും? നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ 10,000 എബവ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇത് ഞാനിവിടെ ചെയ്യുകയാണ് കേരളത്തിൽ. അപ്പോൾ എനിക്ക് പറയാൻ പറ്റുമോ കേരളം നിക്ഷേപ സൗഹൃദമല്ലാന്ന്? അപ്പോൾ ആൾക്കാർ പറഞ്ഞാൽ നീ എന്ത് പൊട്ടനാണ് കാശ് കൊണ്ടുവന്നിട്ട് നിക്ഷേപ സൗഹൃദമല്ലാത്ത ഒരു സ്റ്റേറ്റിൽ നീ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എനിക്ക് ബുദ്ധിയില്ലേ നീ? അപ്പോൾ ഏത് സ്റ്റേറ്റിലും ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റ് കോമ്പറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എക്സ്പോ 2020 ദുബായിലുണ്ട്. എല്ലാ ചീഫ് മിനിസ്റ്റേഴ്സും അവിടെ വരികയാണ്. അവർ പലവിധ ഓഫർ, ഞാൻ ഒരുവിധം വന്ന എല്ലാ ചീഫ് മിനിസ്റ്റേഴ്സിനെയും ഇൻഡസ്ട്രീസ് മിനിസ്റ്റേഴ്സിനെയും ഒക്കെ ഞാനായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. ചിലവർ എൻ്റെ ഡേറ്റ് അനുസരിച്ചിട്ടാണ് അവരുടെ വരവ് എന്നെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരൊക്കെ പറയുന്ന അവരുടെ സ്റ്റേറ്റ് പല ഓഫറുകളാണ്. സ്റ്റേറ്റ് ലാൻഡ്, അതുപോലെ വേറെ എല്ലാ ഫെസിലിറ്റീസും അവർ തരുന്നുണ്ട്. അപ്പോൾ
കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നിക്ഷേപ സൗഹൃദമല്ല എന്നെനിക്ക് പറയാൻ സാധ്യമല്ല. ഐ.പി. പള്ളിക്കാരന് ഞാൻ കേരളം ഒരു നിക്ഷേപ സൗഹൃദം അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേരളം, കാരണം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിത് നിക്ഷേപ സൗഹൃദമല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ അടുത്ത ജനറേഷനോട് ചെയ്യുന്നൊരു തെറ്റാണ്. യൂസഫ് അലി പറയുകയാണ് കേരളം നിക്ഷേപ സൗഹൃദമല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ജോലി ഇല്ലാതെ പഠിച്ചു വളരുന്ന ഒരുപാട് കുട്ടികളുണ്ട്, അവരോട് നമ്മൾ ചെയ്യുന്ന തെറ്റാണ്. ആയതുകൊണ്ട് കേരളം നിക്ഷേപ സൗഹൃദമാണ്. പിന്നെ ഓരോ സ്റ്റേറ്റിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിന് തന്നെയല്ല, കേരളത്തിലായാലും ശരി മറ്റ് സ്റ്റേറ്റുകളിലായാലും ശരി സെൻട്രൽ നിയമങ്ങളുണ്ട്, സ്റ്റേറ്റ് നിയമങ്ങളുണ്ട്. അത് രണ്ടും കൂടി ഒരുമിച്ച് സമന്വയിപ്പിച്ച് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെപ്പറ്റി ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. നിയമത്തിനനുസരിച്ച് മാത്രമേ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ, നിയമത്തിനനുസരിച്ച് മാത്രം ചെയ്താലേ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമുള്ളൂ. അത് ഞാൻ തന്നെയില്ല, ഏത് ഇൻവെസ്റ്റേഴ്സാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ കേരളം ഇപ്പോൾ നിക്ഷേപ സൗഹൃദമാണ്. ഇനിയും ഒരുപാട് നിക്ഷേപങ്ങൾ കേരളത്തിൽ വരും. അത് ഏത് ഗവൺമെൻറ്റായാലും ശരി, ഗവൺമെൻറ് വരികയും പോവുകയും ചെയ്യും. അത് ജനങ്ങളുടെ ഇഷ്ടാനുസരണം ജനാധിപത്യത്തിൻ്റെ പ്രക്രിയയാണ്. ജനങ്ങൾക്ക് ആ സമയത്ത് ആരിഷ്ടപ്പെടുന്നു അവരെ വോട്ട് ചെയ്യും, അതാണ് ജനാധിപത്യം. പക്ഷേ ഗവൺമെൻറ്റുകൾ വരികയും പോവുകയും ചെയ്യും. പക്ഷേ നമ്മുടെ ഈ പോളിസികളും ഇവിടുത്തെ യങ് ജനറേഷന് ജോലി കൊടുക്കേണ്ടത് അതാണ്. അപ്പോൾ നിക്ഷേപ സൗഹൃദമല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളോട് നമ്മൾ ചെയ്യുന്ന പാതകളാണ്. അത് ഞാൻ ഒരിക്കലും പറയില്ല. ചില എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് തീർക്കുകയും അതിന് മനസ്സിലാക്കി കൊടുക്കുകയും അതിനനുസരിച്ച് നിയമങ്ങൾ മാറ്റുകയും. ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വന്നതിന് ശേഷം എന്തോരം നിയമങ്ങൾ പ്രധാനമന്ത്രി മാറ്റി. ഇപ്പോൾ NRIക്കാർ തന്നെ ഞങ്ങൾക്കൊക്കെ ഇത്രയും സുഗമമായി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ആ നിയമം മാറ്റിയത് കൊണ്ടാണ്. ഇപ്പോൾ NRI ഇൻവെസ്റ്റ്മെൻറ്റ് ട്രീറ്റഡ് ആസ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവിടെ ഒരു നോൺ റെസിഡൻറ്റ് ഇന്ത്യയിൽ വന്നിട്ട് ഇവിടുത്തെ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മതി. ഇവിടെ ജനിച്ചു വളർന്ന ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യും. ഞങ്ങളൊക്കെ ജനിച്ചു വളർന്നു, പക്ഷെ ഞങ്ങൾ NRI ആയിപ്പോയി. നമ്മളെ ഇതിന് വേണ്ടിയിട്ട് ജീവിത മാർഗത്തിന് വേണ്ടി പുറത്തു പോയതാണ്. അത് കച്ചവടം ചെയ്യുന്നവരായാലും ശരി, ജോലി ചെയ്യുന്നവരായാലും ശരി. അപ്പോൾ അവർക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വളരെ ഈസിയാക്കി സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ അങ്ങനെ ഓരോ നിയമങ്ങൾ മാറ്റിമറിക്കുന്നു, അതനുസരിച്ച് നീങ്ങും. അതൊരു ലൈഫാണ്, നാച്ചുറൽ പ്രോസസ്സാണ്, ഗവൺമെൻറ് പ്രോസസ്സാണ്. സാർ നമസ്കാരം, എൻ്റെ പേര് രാഘം രാധാകൃഷ്ണൻ എന്നാണ്. രാഘം രാധാകൃഷ്ണൻ എന്നാണ് എൻ്റെ പേര്. പ്രസ് മലയാളം ടി വിയിൽ നിന്നാണ്. എൻ്റെ ചോദ്യം, ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനം വല്ലതും ചെയ്തിട്ടുണ്ടോ? വരുന്ന അനേകം ആൾക്കാർ തിരുവനന്തപുരത്തുള്ളവർ വളരെ ആവേശത്തോടു കൂടിയാണ് ലുലു മാളിനെ കണ്ടുവരുന്നത്. പക്ഷെ അത് ഇവിടെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ കാഴ്ചക്കാരായിട്ട് നോക്കി നിൽക്കുന്ന അവർ ഇതിനകത്ത് കയറിയാൽ ലുലു ഗ്രൂപ്പിൻ്റെ ഒരു ഗിഫ്റ്റ് എന്ന നിലയിൽ ഇതിന് ഓരോ സ്ഥാപനത്തിനും അതിൻ്റേതായ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട്. അത് ഞങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതിപ്പോൾ മുൻകൂട്ടി പറയാൻ പറ്റില്ല. മുൻകൂട്ടി പറഞ്ഞാൽ അത് ആ ടൈം അനുസരിച്ച് ഞങ്ങൾ ആ സ്ട്രാറ്റജി ഞങ്ങളെ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുകയും അവർക്ക് സന്തോഷം പകരുകയും ചെയ്യുന്ന രീതിയിൽ എന്നൊക്കെ ഞങ്ങൾ ചെയ്യും. വിഷമിക്കണ്ട. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ എന്നാൽ താങ്ക് യു. ഇനി ആരും ഒന്നും ചോദിക്കാനില്ലല്ലോ. ഹലോ സാർ, എൻ്റെ പേര് അച്ചു എന്നാണ്. ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഓൺലൈനിൽ വരികയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ലുലു മാൾ വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ആളുകൾ പ്രതീക്ഷിച്ചത് നഗരപ്രദേശത്ത് എവിടെയെങ്കിലും വരുന്നത് എന്നാണ്. പക്ഷേ ഇന്ന് റിയാലിറ്റി വന്നു കഴിഞ്ഞപ്പോൾ നഗരമധ്യത്തിൽ നിന്നും വളരെ അകന്നാണ് ലുലു മാൾ വരുന്നത്. ഇത്തരത്തിൽ സ്ഥലം തിരഞ്ഞെടുക്കുന്ന സാറിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ കൊച്ചിയിലായിരുന്നാലും ഇടപ്പള്ളിയിലെ ലുലു മാൾ വന്നതിന് ശേഷം ഇടപ്പള്ളി വളരെയധികമായിട്ട് വികസിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഇതിൻ്റെ മാനദണ്ഡം? ഞങ്ങൾ ഇപ്പോൾ ഒരു ഷോപ്പിംഗ് മാള്, ഇത്രയും വലിയൊരു ഷോപ്പിംഗ് മാൾ തുടങ്ങുമ്പോൾ ഞങ്ങൾ ചിന്തിക്കുന്നത് ടൗണിൻ്റെ കൺജസ്റ്റഡ് സ്ഥലത്ത് ഞങ്ങൾ തുടങ്ങിയാൽ ആൾക്കാർക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. സഫിഷ്യൻറ്റ് കാർ പാർക്കിംഗ് ഞങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒരു വീട്ടിൽ 2 or 3 കാറില്ലാത്ത വീടുകളില്ല. ഹസ്ബൻഡിന്, വൈഫിന് കാറ്, അതുപോലെ മക്കൾക്ക്, ഇല്ലെങ്കിൽ ഒരു 4 മോട്ടോർ ബൈക്ക് ഇല്ലാത്ത വീടുകളുണ്ടാവില്ല.
ഇല്ലെങ്കിൽ 4 സൈക്കിളെങ്കിലും ലക്ഷം വീടുകളുണ്ടാവും. അപ്പോൾ കാർ പാർക്കിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ 3500 കാർ പാർക്കിംഗ് ഉണ്ട്. ഞങ്ങൾ പുറത്തെ കാർ പാർക്കിംഗ്, അത് കൂടാണ്ട് MLCV അതിലെത്ര കാർ പാർക്കിംഗ് 2000 ചില്ലാൻ കാർ പാർക്കിംഗ് അവിടെയുണ്ട്. ഇവിടെ പുറത്ത് കാർ പാർക്കുണ്ട്. അതുകൂടാണ്ട് ബേസ്മെൻറ്റിൽ കാർ പാർക്ക്. സഫീഷ്യൻ്റ് ആയിട്ടുള്ള കാർ പാർക്ക് ഇല്ലെങ്കിൽ ഈ പ്രൊജക്റ്റ് വിജയിക്കില്ല. അത് ടൗണിൻ്റെ ഉള്ളിൽ ഇത്രയും വലിയൊരു കാർ പാർക്ക് ഉണ്ടാക്കാൻ സാധ്യമല്ല. അപ്പോൾ അതാണ് ഒരു മാനദണ്ഡം. വേറൊരു മാനദണ്ഡം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ കാലത്ത് വന്നാൽ വൈകുന്നേരം വരെയും ഒരു കപ്പിൾസ് വിത്ത് ചിൽഡ്രൻ, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഷോപ്പിംഗ് മോൾ ഉണ്ടാകണം. അവർ വരിക, ബ്രേക്ക്ഫാസ്റ്റ്, അതുകൂടാണ്ട് ഷോപ്പിംഗ്, അതുകൂടാണ്ട് സിനിമ. മനുഷ്യൻ സ്ട്രെസ്സായിട്ടാണ് ജീവിക്കുന്നതെന്ന്. നിങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് സ്ട്രെസ്സാണ്. അപ്പോൾ ആ സ്ട്രെസ്സിൽ നിന്ന് ആഴ്ചയിൽ 1-2 ദിവസം ഒരു റിലാക്സ് ആവശ്യമാണ്. അപ്പോൾ കാലത്ത് വന്നാൽ കുട്ടികളൊക്കെ ആയിട്ട് വന്നു സിനിമയ്ക്ക് പോകാം. അത് കഴിഞ്ഞ് വൈകുന്നേരം ലഞ്ച് ഇവിടെ കഴിക്കാം. 2500 ആളുകളുടെ ഫുഡ് കോർട്ടാണ്. കുട്ടികളുടെ അമ്യൂസ്മെൻറ്റ്, സിനിമ, അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിടിച്ച് വൈകുന്നേരം പുറപ്പെടാം. അതാണ് ഇപ്പോഴത്തെ ന്യൂ ട്രെൻഡ്. നിങ്ങൾ വേൾഡിൽ എവിടെ പോയാലും ഇത് തന്നെയാണ്. വിൻഡോ ഷോപ്പിംഗ് നടത്തുകയും ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ മറ്റേ അമ്യൂസ്മെൻറ്റ് ചെയ്യും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് നിങ്ങൾക്ക് പോയി നോക്കാം. നിങ്ങൾക്ക് അവിടെയൊക്കെ എന്ത് വേണമെങ്കിലും എവിടെയൊക്കെ നിങ്ങൾക്ക് എടുക്കാം അവിടെ. അപ്പോൾ ഷൂട്ട് ചെയ്യാം ആ കുട്ടികൾക്ക്. അത് കൂടാണ്ട് തിരുവനന്തപുരം ഒരു പെൻഷനേഴ്സ് പാരഡൈസ് എന്ന് കൂടി കേട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ റിട്ടയർ ചെയ്ത കുറേ, കാരണം അവർ ഇവിടെ റിട്ടയർ ചെയ്ത് വൈകുന്നേരം ഈ എന്തോരം TV കാണുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അവർക്കൊക്കെ വന്ന്, നിങ്ങൾ കൊച്ചിയിൽ പോയാൽ 9 മണിക്ക് 10 മണിക്ക് ശേഷം നിങ്ങൾ ആ ഷോപ്പിംഗ് മാളിൽ പോയാൽ എനിക്കത് വളരെ സാറ്റിസ്ഫാക്ഷനാണ്. പ്രായമുള്ളവർ, ഗ്രാൻഡ് ചിൽഡ്രൻ, അവരുടെ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ കൂടി ഗ്രാൻഡ് ചിൽഡ്രനായിട്ട് ഇതൊക്കെ ഇങ്ങനെ നടന്ന് കണ്ട് ആൾക്കാരെ കണ്ട് അതൊരു സന്തോഷമാണ്. അപ്പോൾ മെൻ്റൽ പീസും കൂടി കിട്ടും. അതാണ് എൻ്റെ സുഹൃത്ത് ചോദിച്ചത്. പിന്നെ ഈ ഏരിയ മുഴുവൻ ഡെവലപ്പാവും ഇനി. ബിക്കോസ് എൻ്റെ ബ്രദർ അഷ്റഫ് അലി പറയുന്നു 200ഓളം റെസ്റ്റോറൻറ്റ് കൊച്ചിയുടെ നമ്മളുടെ ആ ഏരിയയിൽ വന്നിട്ടുണ്ട്. ടൗൺ വിൽ കം ഹിയർ. അപ്പോൾ കഞ്ചഷനിൽ നിന്ന് കുറച്ച് ഇല്ല, അതിനൊക്കെ ഒരു മാനദണ്ഡത്തിൽ ഞങ്ങളൊരു ടീമുണ്ട്. ആ ടീമാണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് റിവ്യൂ ചെയ്യും. യെസ് സർ, താങ്ക് യു വെരി മച്ച്. സാർ ഇവിടെ നിന്നാണ് സാർ ഇവിടെ സാർ പ്ലീസ്. സാർ, ഞാൻ ട്രിവാൻഡ്രം ഇന്ത്യൻ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിന്നാണ്. ട്രിവാൻഡ്രം ഇന്ത്യൻ എന്നുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിന്നാണ്. അപ്പോൾ ആദ്യമേ തന്നെ ട്രിവാൻഡ്രത്ത് ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിൽ സാറിനോട് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വിഴിഞ്ഞം പോലൊരു ഹൈലി പൊട്ടൻഷ്യൽ ആയിട്ടുള്ളൊരു പ്രോജക്റ്റ് ട്രിവാൻഡ്രത്ത് കേരള ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2023 ആകുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ലുലു ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഇലക്ട്രോണിക്സ് ലോജിസ്റ്റിക് രംഗത്ത് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രതീക്ഷിക്കാമോ ഫ്യൂച്ചറിൽ ട്രിവാൻഡ്രത്ത്? ഞങ്ങൾ ഒരു ഇലക്ട്രോണിക് അസംബ്ലിംഗ് യൂണിറ്റ് ഇവിടെ തുടങ്ങാനുള്ള എല്ലാ പരിപാടിയും ഉണ്ട്. അത് ഞങ്ങളുടെ അടുത്ത മാർച്ചോട് കൂടിയിട്ട് അതിവിടെ ഞങ്ങൾ സ്റ്റാർട്ടിങ് സ്ഥലത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഫിഷ് പ്രോസസ്സിങ് യൂണിറ്റ് ഞങ്ങൾ പണി ആരംഭിച്ചിട്ടുണ്ട് കൊച്ചിയിൽ, ഫിഷ് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളിൽ നിന്നും മറ്റ് ബോട്ടുകളിൽ നിന്നും മേടിച്ച് പാക്ക് ചെയ്ത് ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യാനുള്ള പരിപാടി. എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ 200-220 ഷോപ്പിംഗ് മാൾ നമുക്ക് തന്നെ ഉണ്ട്, ഹൈപ്പർ മാർക്കറ്റ്. അവിടെ തന്നെ വെച്ച് വിൽക്കാനുള്ളൂ. അതുപോലെ തന്നെ IT തിരുവനന്തപുരത്ത് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് പ്രതീക്ഷിക്കാമോ? ഇപ്പോൾ തിരുവനന്തപുരം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് പ്രാവർത്തികമാക്കണം. അപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്തിലായി ടെക്നോ പാർക്ക് ഉണ്ടല്ലോ, 50,000-60,000 ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് അവിടെ. ഇനിയും ഒരുപാട് ആളുകൾ വരാനുണ്ട്. ഈ മാളിൽ കൂടെ വന്നാൽ പിന്നെ അവർക്ക് സന്തോഷമായി. നമ്മുടെ ഈ ഹൈടെക് നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് സുഖമായിട്ട് വൈകുന്നേരം ഇവിടെ വന്നൊക്കെ ഒന്ന് കറങ്ങി പിടിച്ച് ചായ ഒക്കെ കുടിച്ചിട്ട് പോവാം. താങ്ക് യു. എന്നാൽ
നിങ്ങളെല്ലാവരും ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിനും സാഹോദര്യത്തിനും നന്ദി. ഓ പ്ലീസ്. സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, കേരളം വ്യാവസായിക സൗഹൃദമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ഒരു പ്രമുഖ കമ്പനി അന്യ സംസ്ഥാനത്ത് പോയി. അങ്ങനെ ഒരു ടോക്ക് ഉണ്ടായിട്ട് അങ്ങനെ ഒരു പ്രമുഖ കമ്പനി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, സാറിന് ഇത് ബിൽഡ് ചെയ്യാനായിട്ട് ഒരു രാഷ്ട്രീയപരമായ എത്രത്തോളം സപ്പോർട്ടാണ് കിട്ടിയത്? ഇത് എനിക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. വേറെ കമ്പനി പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ ഉത്തരവാദിത്തം എനിക്ക് ഏറ്റെടുക്കാൻ പറ്റും. ചർച്ചകളെല്ലാം പരാജയപ്പെട്ടപ്പോഴാണ്. ഞാൻ ആരായിട്ടും ചർച്ച ചെയ്തിട്ടില്ല. ഇവിടെ നിയമങ്ങളുണ്ട്. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും നിയമങ്ങളുണ്ട്, നിയമാവലികളുണ്ട്. അതനുസരിച്ച് 4 കൺസൾട്ടൻറ്റുമാരെ വെച്ച് അവരുടെ അനുസരിച്ച് നിയമത്തിന് രാഷ്ട്രീയത്തിൽ പോകേണ്ട ആവശ്യമില്ല. കാരണം നിയമത്തിനനുസരിച്ച് പോകണമെങ്കിൽ നിയമപ്രകാരം ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരാണ് പെർമിഷൻ തരേണ്ടത്. ആ പെർമിഷനൊക്കെ കിട്ടി തുടങ്ങി. അപ്പോൾ അത് വ്യവസായ സൗഹൃദമല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ മോളോട് പറഞ്ഞത്. പറഞ്ഞു. രാഷ്ട്രീയപരമായിട്ട്, അതായത് കേരള ഗവൺമെന്റിന് എന്തൊക്കെ സപ്പോർട്ടാണ്? രാഷ്ട്രീയം എനിക്കറിയില്ല. രാഷ്ട്രീയത്തിൻ്റെ ABCD അറിയാത്തവനാണ് ഞാനൊരു കച്ചവടക്കാരനാണ്. കച്ചവടത്തിനെ പറ്റി എന്ത് ചോദിച്ചോ അതിന് ഞാൻ മറുപടി പറയാം. കേരള ഗവൺമെന്റിന് എന്തൊക്കെ സപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത്? ഞാൻ പറയട്ടെ, എല്ലാ ഗവൺമെൻറ്റുകളിൽ നിന്നും ഞങ്ങൾക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. കേരള ഗവൺമെൻറ്റിൽ നിന്നും ഇന്ത്യൻ ഗവൺമെൻറ്റിൽ നിന്നും. ഇല്ലെങ്കിൽ തുടങ്ങാൻ പറ്റില്ല. താങ്ക് യു വെരി മച്ച്.